ഹലോ ഫ്രണ്ട്സ്, ജൂറിസ്പ്രുഡൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എന്താണ് ടൈറ്റിൽ? എ ടൈറ്റിൽ ഈസ് എനി ഫാക്ട് ഓർ ഇവൻറ്റ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എ റൈറ്റ് ബിക്കംസ് വെസ്റ്റഡ് ഇൻ എ പേഴ്സൺ. എന്താണ്? ഒരു വ്യക്തിയിൽ ഒരു റൈറ്റ് നിക്ഷിപ്തമാകുന്ന ഏതൊരു ഫാക്റ്റോ അല്ലെങ്കിൽ ഏതൊരു ഇവൻറ്റോ ആണ് ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി ടൈറ്റിൽ ഈസ് ദ ഫിഫ്ത്ത് എലമെൻറ്റ് ഓഫ് എ ലീഗൽ റൈറ്റ്. ഒരു ലീഗൽ റൈറ്റിൻ്റെ ഫിഫ്ത്ത് എലമെൻറ്റ് എന്താണ്? ടൈറ്റിൽ ആണ്. എവരി ലീഗൽ റൈറ്റ് ഹാസ് എ ടൈറ്റിൽ. എല്ലാ ലീഗൽ റൈറ്റിനും എന്തുണ്ടായിരിക്കും? ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. റൈറ്റ് പ്രൊസീഡ് ആകുന്നതിൻ്റെ റൂട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അടിവേരെന്ന് പറയുന്നത് തന്നെ എന്താണ്? ടൈറ്റിലാണ്. ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻബോൺ ആകാം, അക്വയർഡ് ആകാം. ഓക്കെ, നമുക്ക് ജന്മനാ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്ത് നേടിയെടുക്കുന്നതായിരിക്കാം. ഇനി ഈ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, ഇതൊക്കെ എന്താണ്? ഇൻബോൺ റൈറ്റ്സ് ആണ്. നമ്മൾ ജനിക്കുമ്പോഴേ ഇതൊക്കെ നമുക്ക് കിട്ടുകയാണ്. ദ ടൈറ്റിൽ ടു സച്ച് റൈറ്റ് ഈസ് ദ ഫാക്ട് ഓഫ് ബർത്ത് ആസ് എ മാൻ ബീങ്. ഓക്കെ, ഒരു മനുഷ്യനെന്നൊരു നിലയിൽ നമുക്ക് ഈ റൈറ്റുകളൊക്കെ എന്താണ്? ജനിക്കുമ്പം തന്നെ കിട്ടുന്ന റൈറ്റ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ റൈറ്റ് ടു ഡെപ്റ്റ്, കോൺജുഗൽ റൈറ്റ്, ഇതൊക്കെ അക്വയർഡ് റൈറ്റ് ആണ്. ഓക്കെ, റൈറ്റ് ടു ഡെപ്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോൺ കോൺട്രാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും വരുന്നതാണ്. ഇനി ടൈറ്റിൽ ടു റൈറ്റ് ടു കോൺജുഗൽ റൈറ്റ് എവിടെ നിന്ന് വരുന്നതാണ്? മാരേജിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, റൈറ്റ് ടു ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നതാണ്. ഇനി കോൺജുഗൽ റൈറ്റ് എപ്പോൾ മാത്രമാണ്? മാരേജിൻ്റെ സമയത്ത് മാത്രമാണ് വരുന്നത്. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഒറിജിനലും ഡെറിവേറ്റീവും. ഒറിജിനൽ ടൈറ്റിൽ ഒരു ന്യൂ റൈറ്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫിഷർമാന് കടലിൽ പോയിട്ട് അവിടുന്ന് ഫിഷിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഫിഷർമാൻ അവിടെ കിട്ടുന്നത് എന്താണ്? ആ ഫിഷിൻ്റെ ഓണർഷിപ്പിൻ്റെ ടൈറ്റിലാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒറിജിനൽ ടൈറ്റിലാണ്. കാരണം എന്താണ്? അദ്ദേഹം ഡയറക്റ്റ്ലി പോയിട്ട് ഫിഷിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. റൈറ്റ് എന്ന് പറയുന്നത് മറ്റാരിലും ഇല്ല. അത് ആ ഫിഷിനെ ആരാണോ പിടിച്ചത് അവർക്കാണ്. ഇനി ഡെറിവേറ്റീവ് റൈറ്റ് എന്ന് പറയുമ്പം ഈ ഫിഷർമാന് ഈ ഫിഷിനെ മറ്റൊരാൾക്ക് വിറ്റു എന്ന് വെക്കുക. അപ്പോൾ ഇതാരാണോ പുതിയതായിട്ട് ഇത് വാങ്ങിച്ച പുതിയ ഓണർ ആരാണോ അവർക്ക് കിട്ടുന്ന റൈറ്റ് എന്താണ്? അല്ലെങ്കിൽ ടൈറ്റിൽ എന്താണ്? ഡെറിവേറ്റീവ് ടൈറ്റിലാണ് അല്ലേ. ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരുന്നു? ഫിഷർമാൻ്റെ കയ്യിലായിരുന്നു. അത് മറ്റൊരാൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് കിട്ടുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ടൈറ്റിലാണ്. ഡെറിവേറ്റീവ് ടൈറ്റിൽ ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു വ്യക്തിയിൽ ഒരു എക്സിസ്റ്റിംഗ് റൈറ്റ് ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്യുന്നു? ന്യൂ ഓണർക്ക് കൊടുക്കുന്നു. ഒരു ഡെറിവേറ്റീവ് ടൈറ്റിൽ ഓപ്പറേറ്റ് ആകുന്നത് ഇൻവെസ്റ്റേറ്റീവ് അല്ലെങ്കിൽ ഡൈവസ്റ്റേറ്റീവ് ഫാക്ട് എന്നുള്ളൊരു നിലയിലായിരിക്കും. വെൻ എ പേഴ്സൺ പർച്ചേസസ് ഫിഷ് ഫ്രം ദ ഫിഷർമാൻ, എന്താണ്? ഒരു വ്യക്തി ഈ ഫിഷർമാൻ്റെ കയ്യിൽ നിന്നും ഫിഷ് പർച്ചേസ് ചെയ്യുമ്പോൾ ദ ഫാക്ട് ഓഫ് പർച്ചേസ്, അവിടെ ആ ഫാക്ട് ഓഫ് പർച്ചേസ് ഇൻവെസ്റ്റേറ്റീവ് ഫാക്റ്റായിട്ട്, ന്യൂ ഓണറുടെ ഇൻവെസ്റ്റേറ്റീവ് ഫാക്റ്റായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആസ് ഡിവസ്റ്റേറ്റീവ് ഫാക്ട് വിത്ത് ദി ഫിഷർമാൻ, അവിടെ ഡിവസ്റ്റേറ്റീവ് ഫാക്ട് ആരുടെ കയ്യിലാണ്? ഫിഷർമാൻ്റെ കയ്യിലാണ്. എന്നിട്ടുള്ള ഡിവസ്റ്റേറ്റീവ് ഫാക്ട് രണ്ട് തരത്തിലുണ്ട്, എക്സ്റ്റെൻറ്റീവ് ഫാക്റ്റും ഏലിയനേറ്റീവ് ഫാക്റ്റും. എക്സ്റ്റെൻറ്റീവ് ഫാക്ട് എന്ന് പറയുന്നത് ദോസ് വിച്ച് ഡൈവസ്റ്റ് എ റൈറ്റ് ഫ്രം എ പേഴ്സൺ ആൻഡ് ഡിസ്ട്രോയിങ് ദ റൈറ്റ് ഇറ്റ്സെൽഫ്. മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും റൈറ്റ് ഡൈവസ്റ്റ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു? അത് അയാൾ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ലീഗൽ റൈറ്റിൻ്റെ എക്സ്റ്റെൻറ്റീവ് ഫാക്റ്റ് ആണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഏലിയനേറ്റീവ് ഫാക്ട് എന്ന് പറയുന്നത് റൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നോ ഇല്ല. റൈറ്റിനെ എന്ത് ചെയ്യുകയാണ്? ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡൈവസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരാൾ ഒരു റൈറ്റ് ഡൈവസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺജുഗൽ റൈറ്റിൻ്റെ ഒരു എക്സ്റ്റെൻറ്റീവ് ഫാക്റ്റ് ആണ്. ഇനി ഏലിയനേറ്റീവ് ഫാക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? റൈറ്റിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ആക്ട് ഇൻ ലോ ആൻഡ് ആക്ട് ഓഫ് ദ ലോ എന്താണ്? എ റൈറ്റ് മേ ബി വെസ്റ്റഡ് ഇൻ എ പേഴ്സൺ എയ്തർ ബൈ ആക്ട് ഇൻ ദ ലോ ഓർ ആക്ട് ഓഫ് ദ ലോ. വ്യക്തിയിൽ ഒരു റൈറ്റ് നിക്ഷിപ്തമാക്കുന്നത് ഒന്നുകിൽ ആക്ട് ഇൻ ദ ലോ പ്രകാരമോ അല്ലെങ്കിൽ ആക്ട് ഓഫ് ദ ലോ പ്രകാരമോ ആണ്. അതുപോലെ തന്നെ ഒരു റൈറ്റ് ഒരു വ്യക്തിയിൽ ഡൈവസ്റ്റ് ആകുന്നതും എങ്ങനെയാണ്? ഒന്നുകിൽ ആക്ട് ഇൻ ദ ലോ പ്രകാരമോ അല്ലെങ്കിൽ ആക്ട് ഓഫ് ദ ലോ പ്രകാരവും ആണ്.
ഇൻ ദ ലോയെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ആക്ട് ഓഫ് ദ പാർട്ടീസ് എന്ന്. ഓക്കെ, ആക്ട് ഓഫ് ദ പാർട്ടീസ് എന്നും എന്തിനെ അറിയപ്പെടുന്നുണ്ട്? ആക്ട് ഇൻ ദ ലോയെ അറിയപ്പെടുന്നുണ്ട്. വെൻ ദ ഓണർ ഓഫ് എ പ്രോപ്പർട്ടി വോളണ്ടറിലി ഗിഫ്റ്റ് ഓർ സെൽ ഇറ്റ് ടു അനദർ പേഴ്സൺ, ഒരു വ്യക്തി, ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ആ പ്രോപ്പർട്ടി വോളണ്ടറിലി സ്വമേധയാ മറ്റൊരു വ്യക്തിക്ക് ഈ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ആണെന്ന് വെക്കുക. ചെയ്യും ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഡൈവേസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഈ വാങ്ങിച്ച സെക്കൻഡ് വ്യക്തി, ഫസ്റ്റ് വ്യക്തിയാണല്ലോ ഇത് കൊടുക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ നിന്നും ഈ പ്രോപ്പർട്ടി ഡൈവേസ്റ്റ് ആയിട്ട് ഈ സെക്കൻഡ് വ്യക്തി ആർക്കാണോ ഇത് കിട്ടിയത് ആ വ്യക്തിയിലേക്ക് ഈ പ്രോപ്പർട്ടി എന്താകുകയാണ്? വെസ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേറ്റീവ് ആൻഡ് ഡൈവസ്റ്റേറ്റീവ് ഫാക്ട് ഈസ് ദ റിസൾട്ട് ഓഫ് എ പേഴ്സൺസ് വോളണ്ടറി ആക്ട്. ഒരു വ്യക്തിയുടെ വോളണ്ടറി ആക്ടിൻ്റെ റിസൾട്ടാണ് ഈ ഇൻവെസ്റ്റേറ്റീവ് അല്ലെങ്കിൽ ഡൈവസ്റ്റേറ്റീവ് ഫാക്ട് എന്ന് പറയുന്നത്. ഇതിനെ ആക്ട് ഇൻ ദ ലോ എന്നും അറിയപ്പെടുന്നു. ഇനി ആൻ ആക്ട് ഓഫ് ദ പാർട്ടി മേ എയ്തർ യൂണിലാറ്ററൽ ഓർ ബൈലാറ്ററൽ ആക്ട്സ്. അപ്പോൾ ഒരു ആക്ട് ഓഫ് ദ പാർട്ടി എന്താണ്? ഒന്നെങ്കിൽ യൂണിലാറ്ററോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ആക്ട് ആയിരിക്കാം. യൂണിലാറ്ററൽ ആക്ട് എന്ന് പറയുന്നത് വൺ വിച്ച് ദർ ഈസ് ഓൺലി വൺ പാർട്ടി ഹൂസ് വിൽ ഈസ് ഓപ്പറേറ്റീവ്. ഒരു വ്യക്തിയുടെ വില്ല് മാത്രമായിരിക്കും എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് ആവുന്നത്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് യൂണിലാറ്ററൽ ആക്ടിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി ബൈലാറ്ററൽ ആക്ട് എന്ന് പറയുന്നത് വൺ ഇൻ വിച്ച് ദർ വിൽ ബി കൺസെൻറ്റിങ് വിൽ ഓഫ് ടു ഓർ മോർ പേഴ്സൺസ് ഡിസ്റ്റിൻറ്റ് പാർട്ടീസ്. ഇവിടെ രണ്ടോ അതിലധികമോ വ്യക്തികളുടെ കൺസെൻറ്റ് വേണം. ഏതിൻ്റെ അകത്ത്? ബൈലാറ്ററൽ. യൂണിലാറ്ററലാണെങ്കിൽ ഒരാൾ മതി. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ബൈലാറ്ററലിൻ്റെ എക്സാമ്പിളാണ് സെയിലും ലീസും. ഇനി ആക്ട് ഓഫ് ദ ലോ എന്ന് പറയുന്നത് ക്രിയേഷൻ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ ഓഫ് റൈറ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ഓക്കെ, ആക്ട് ഓഫ് ദ ലോ എന്താണ്? ആക്ട് ഓഫ് ദ ലോ ഈസ് ദ ക്രിയേഷൻ, ട്രാൻസ്ഫർ ഓർ എക്സ്റ്റെൻഷൻ ഓഫ് റൈറ്റ് ഫ്രം ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോയിൽ നിന്നും വരുന്ന ഒരു ക്രിയേഷൻ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ ഓഫ് റൈറ്റ് ആണ് ആക്ട് ഓഫ് ദ ലോ എന്ന് പറയുന്നത്. ദർ ഈസ് നോ കൺസെൻറ്റ് ഓഫ് ദ പേഴ്സൺ കൺസേൺഡ്. ഇവിടെ എന്താണ് കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്? ഇവിടെ കൺസേൺ ആയിട്ടുള്ള പിന്നെ പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. അതിന് എക്സാമ്പിളാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്? സ്വമേധയാ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോവുകയല്ലേ. ഇവിടെ എന്താണ് ഏത് വ്യക്തിയാണോ കൺസേൺ ആയിട്ടുള്ളത് ആ വ്യക്തിയുടെ കൺസെൻറ്റ് ഇവിടെ ആവശ്യമില്ല. ഇതാണ് ആക്ട് ഇൻ ദ ലോ ആൻഡ് ആക്ട് ഓഫ് ദ ലോ.